നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആയിരം സ്തോത്രമേകം ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അന്തരങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. അമ്മയുടെ
പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, മഹത്വം, ആരാധന. മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വിടുതൽ പ്രാപിപ്പിക്കുന്ന നമ്മൾ ആ തത്സമയം കടന്നു പോകുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. എന്താണ്? ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പക്ഷെ പ്രാർത്ഥനയിലോ ഏറ്റവും ടോപ്പ് പ്രാർത്ഥനയാണ്. ഒന്ന് പറഞ്ഞ്, ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത്രയും പറയണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വേണം. നമുക്ക് വിശ്വാസം വേണം, പിന്നെന്താണ്, ദൈവസ്നേഹം വേണം, പ്രത്യാശ വേണം. ഈ തിയോളജിക്കൽ വെർച്വസ് എല്ലാം വേണം. ദൈവികമായ പുണ്യങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത്രയും ചില പ്രാർത്ഥനകൾക്ക് വിശ്വാസം മാത്രം മതി, ചില പ്രാർത്ഥനകൾക്ക് ദൈവസ്നേഹം മതി, ചില പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം മതി, ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രത്യാശ മതി. പക്ഷേ ഈ ഒരു വരി പ്രാർത്ഥന, ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം. ഇത് ഈ തിന്മയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഈ കുഞ്ഞു പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. പക്ഷെ അതിൻ്റെ സമ്മറിയാണ് ഈ പറയണത്. ആ പ്രാർത്ഥനയും ചുരുക്കിയിട്ടാണ് ഒരു കുഞ്ഞു പ്രാർത്ഥന. എന്താണ്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത് നമ്മളിങ്ങനെ അറിഞ്ഞ് ആവർത്തിച്ച് വണ്ടിയിൽ പോകുമ്പോഴും കാപ്പി അതിനെത്തുമ്പോഴും കഞ്ഞി ചെരിക്കുമ്പോഴും അല്ലെങ്കിൽ വാറ്റുമ്പോഴും ഒക്കെ ഈ മനസ്സിൽ നമുക്കൊരു മുടക്കം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റിയതാണ്, അല്ലേ? അങ്ങയുടെ നാമത്തെ. ഇപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ വാതിക്കൽ നമ്മൾ അങ്ങയുടെ വഴക്കം കേട്ട് നിൽക്കുകയാണ്. ഈ ജന്മത്തിൽ സംഭവം നടക്കത്തില്ല എന്ന് അവർ പറയുന്നു, എല്ലാവരും പറയുന്നു. അപ്പോഴും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. എന്താ കാര്യം?
ഇങ്ങനെ പല സർപ്പങ്ങളും തേളുകളും ഒക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നിയമപരമായ തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ ശാരീരിക തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ ടൈമിൻ്റെ തടസ്സമുണ്ടാവും, സമയത്തിൻ്റെ തടസ്സം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എല്ലാ തടസ്സങ്ങളെയും ഒറ്റയടിക്ക് ഒരു വലിയ മല പോലെ വന്ന കാർമേഘങ്ങളെ കാറ്റ് തുരത്തി കളയുന്ന പോലെ കളയാൻ പറ്റുന്നതാണ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പറഞ്ഞേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവ് എന്ന് പോലും വിളിക്കേണ്ട ആവശ്യമില്ല, രണ്ടുപേരും മതി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. അപ്പം അത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പറയുമ്പോഴെന്ത് വേണം? വിശ്വാസം വേണം, പ്രത്യാശ വേണം, സ്നേഹം വേണം. നമുക്ക് ആവതില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇത് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ICUവിലാണ്, ഓർമ്മയുണ്ട്. പക്ഷേ ഓർമ്മയുണ്ടെങ്കിൽ ഏറ്റവും പറയാവുന്ന പ്രാർത്ഥന ഇതാണ്: അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുക. എല്ലാ വശത്തുനിന്നും ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ തരുന്നുണ്ട്, ആഹാരത്തിന് വേറെ ട്യൂബുണ്ട്, ഭക്ഷണത്തിന് വേറെ ട്യൂബുണ്ട്, മൂത്രത്തിന് പോകാൻ വേറെ ട്യൂബുണ്ട്, മൊത്തം ട്യൂബിൽ കിടക്കണം വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചെറിയ ഓർമ്മയുണ്ടെങ്കിൽ, ചെറിയ ഓർമ്മ മതി, മിനിമം വോൾട്ടേജ് ഓർമ്മ മതി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോൾ നമ്മൾ ആരുമില്ലാത്ത ചില സമയത്ത് ഒരു മനുഷ്യൻ്റെ തീഷ്ണത അളക്കണ എപ്പോഴാണെന്നറിയാവോ? ഗ്രൂപ്പിൽ വെച്ച് അവനെന്ത് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. കമ്മ്യൂണിറ്റി, സമൂഹത്തിൽ വെച്ച് അവനെന്ത് പറഞ്ഞു, എന്ത് പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല. ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്നത്, ദൈവവും നീയും മാത്രമാകുന്ന ഒരു അഭിമുഖത്തിന് നിന്നെ തിരഞ്ഞെടുക്കും ദൈവം. അവിടെ വേറെ ആരും ഉണ്ടാകത്തില്ല. അപ്പ, അമ്മ, ചിറ്റപ്പ, നോബഡി ആരും ഉണ്ടാകില്ല. നിൻ്റെ കോച്ച്, നിൻ്റെ ട്രെയിനർ ആരും ഉണ്ടാകത്തില്ല. നോബഡി. നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമാകുന്നു. ഇപ്പോൾ കോടതി കയറി നിൽക്കുകയാണ് നമ്മൾ. ഇപ്പം ഞാൻ കൂട്ടി കയറി നിന്നിട്ടുണ്ട് 2 പ്രാവശ്യം. അപ്പോഴേ കോടതി കയറി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മളോട് ആയിട്ടാണ് മജിസ്ട്രേറ്റ് ചോദിക്കണത്. ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ വക്കീലൊക്കെ ഉണ്ടെങ്കിലും വക്കീൽ പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മളോട് ഡയറക്റ്റ് നമ്മളെ വിസ്തരിക്കുകയല്ലേ, ഡയറക്റ്റ് ചോദിക്കുക. അപ്പോഴേ ഈശോ പറയാം, ഇങ്ങനെയുള്ള സെക്കുലർ മൂവ്മെൻറ്റ്സ്, സെക്ലൂഡഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ ബൈബിൾ സുന്ദരമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യും. എന്താണ്? നീ ഇങ്ങനെ നിർത്തപ്പെടുന്ന സമയമുണ്ട്, ഇങ്ങനെ നീ നിർത്തപ്പെടും. അങ്ങനെ എവിടെ നിർത്തപ്പെട്ടാലും, അധികാരസ്ഥാനത്തായാലും ശരി, നിയമ ഉത്തരവാദിത്തമുള്ള സ്ഥലത്തായാലും ശരി, നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലം, ഈ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലത്ത് എത്ര കൗണ്ട്, നമ്മുടെ ഒരു ആധ്യാത്മികത കൗണ്ട് നമുക്ക് അളക്കണത് എത്ര പ്രാവശ്യം നമ്മൾ ഒറ്റക്ക് നിർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടിലാണ്. എല്ലാം അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പഠിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ കർത്താവ് മനസ്സിലാക്കി തന്ന സത്യങ്ങൾ, എൻ്റെ വചനം കേൾക്കുന്ന, എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്ന, എൻ്റെ വചനം ഞാൻ പറയാൻ പറ്റത്തില്ല, എൻ്റെ വചനമല്ല ഞാൻ പറയണം. എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആഹാരമാണത് കൊടുക്കണേ. എന്താ കാര്യം? കൗണ്ട് യുവർ സെക്ലൂഡഡ് ടൈം. എന്നുവെച്ചാൽ നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലങ്ങളെ നീ ശ്രദ്ധിക്കുക. അവിടെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. എന്താണ്? 12:12 ഗ്യാരണ്ടി എന്താണ്? വായിച്ചോളൂ. ലുക്ക 12:12. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 12:12. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇത് ഭയങ്കര സംഭവമല്ലേ? എന്താണ്? നിങ്ങളെ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം, അധികാരസ്ഥാനത്തോ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലോ, നിങ്ങൾ ഇപ്പോൾ രോഗത്തിൻ്റെ മുഖത്തോ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട. എന്താണ്? ആ സമയത്ത് നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാൻ ഞാൻ ആളെ നിശ്ചയിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ, വിശ്വാസ ജീവിതം എന്ന് പറയണത് ഇന്നോ നാളെയോ അങ്ങ് അവസാനിക്കണതല്ല. ഇത് ഓരോ പാഠം കഴിയുമ്പോൾ അടുത്ത പാഠം വരും. ആ ഒരു പാഠം കഴിയുമ്പോഴേ, ഇപ്പോഴ് ഞാൻ നിങ്ങൾ പറയട്ടെ, ഈശോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, നിങ്ങളുടെ
ഹൃദയം, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികയുടെ മക്കളെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന. എന്റെ നല്ല ഈശോയേ, ദിവ്യകാരുണ്യം അല്ലോ നീ. പാടി വാഴ്ത്താം പാടി വാഴ്ത്താം പാവന സ്നേഹമേ. ലൂക്ക 12:34. 12:34. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. കേൾക്കുമ്പോൾ സിമ്പിൾ വാക്കാണ്. ഇപ്പം അച്ഛൻ്റെ മനസ്സിൽ ഈശോ തന്നുകൊണ്ട് ഞാൻ നിങ്ങളോട്, കർത്താവാണ് ഓൺലൈനിൽ സംസാരിക്കണത്, ഞാനിങ്ങനെ ശബ്ദം കൊടുക്കണമെന്നേ ഉള്ളൂ. എന്താ വചനം പറഞ്ഞ്? നിന്റെ നിക്ഷേപം എവിടെയോ ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. നമ്മുടെ ഹൃദയം എവിടെയായിരിക്കും? ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ലൂക്ക 12:31 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ കരുതി വെക്കുവിൻ. അപ്പൊ ഈശോയുടെ മനസ്സ് മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് ഈശോയെ മനസ്സിലാക്കാതെ നമുക്ക് ജീവിതം മനസ്സിലാകത്തില്ല. കാര്യം ഈശോ സ്വർഗത്തിന് വേണ്ടി ഏതറ്റം വരെയും പോയ ആളാണ്. പനി പിടിച്ച് മരിച്ച ആളല്ല, അറിയാമല്ല. കോവിഡ് വന്ന് മരിച്ചതുമില്ല. കുരിശിൽ കിടന്ന് മരിച്ചതിൻ്റെ പിന്നിൽ ഒറ്റ സത്യം മാത്രമേ ഉള്ളൂ: ദൈവിക ജീവൻ നഷ്ടപ്പെട്ടത് പുനരുദ്ധരിക്കണം, നിത്യത വരെ നമ്മളെ എത്തിക്കണം. അപ്പോൾ ഈശോയുടെ ഒരു അങ്ങനെ ഉള്ള ഈശോയാണ് നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ന് പറയുന്ന കുറേ പ്രശ്നങ്ങളില്ലേ, ഞാനും നിങ്ങളും പറയുന്ന ജീവിത പ്രശ്നങ്ങൾ, ഈ ജീവിത പ്രശ്നങ്ങളൊക്കെ അതിനെ ഡയറക്റ്റ് നമ്മൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ വീട്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ വീട്, ജോലി, വിവാഹം, രോഗം, കടങ്ങൾ, ജപ്തി, വഴിയില്ല, വിവാഹം നടക്കണില്ല, നിങ്ങൾ ആ സബ്ജക്റ്റിനെ ഡയറക്റ്റ് ആക്രമിക്കാൻ പോയാൽ കുറേ സമയമെടുക്കും. സമയം കുറയ്ക്കാനുള്ള പരിപാടി പറയുകയാണ്. സമയം കുറയ്ക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ലവണ്ണം ഈസിയായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും? ഈശോ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ ഈശോയുടെ മനസ്സ് മനസ്സിലാക്കണം. ആ വചനം എത്രയായിരുന്നു പറഞ്ഞോളൂ? ലൂക്ക 12:33. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. എന്നിട്ട് ഈശോ അതൊക്കെ പറഞ്ഞ എന്താ പറഞ്ഞ? സ്വർഗത്തിൽ പറഞ്ഞേ, സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കുവിൻ. അപ്പോഴ് ആ വചനം കൂടി ലിങ്ക് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഈശോയുടെ മനസ്സെങ്ങനെ റീഡ് ചെയ്യണത്? നമ്മളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്? പറ, സ്വർഗത്തിൽ. അതാണ് സംഭവം. നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കും. ഇപ്പോൾ എന്ത് വർക്കൗട്ട് ചെയ്താലും നമ്മൾ ഫെഡറൽ ബാങ്കിലെ കൊണ്ട് പൈസ ഇടണ പോലെ ഇടാമെന്ന് വിചാരിക്കുകയല്ല. എന്ത് വിഷയം ചെയ്താലും സ്വർഗത്തിൽ ദ കണ്ടന്റ് ഓഫ് ഹെവൻ അതിലുണ്ടാകണം. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിച്ച് പിരിയാൻ പോകണമെന്ന് വിചാരിച്ചോ? നിങ്ങൾ കേസ് ജയിച്ച് 2 ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് കിട്ടി, ഞാൻ പറയും നിങ്ങൾ തോറ്റെന്ന് പറയും.
എന്താ സ്വർഗം പോയില്ല, കൊച്ചിനെ കിട്ടിയുള്ളൂ. ആ കൊച്ചു നാളെ വല്ല കഞ്ചാവെല്ലാം കടിക്കണമെങ്കിൽ ഇപ്പം തന്നെ കുഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ, വാപ്പാനെ തല്ലിക്കൊല്ലോ എന്ന് പറഞ്ഞില്ലേ. അമ്മയെ കൊന്ന കുഞ്ഞ് പറഞ്ഞത് വാപ്പാനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു. മക്കൾ ഇപ്പം നിങ്ങൾ മക്കളെ കിട്ടിയെന്ന് പറഞ്ഞാലും നാളെ കാര്യങ്ങൾ നിങ്ങളെ തല്ലിക്കൊല്ലാൻ പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അറിയാമല്ലേ, നിങ്ങളെ കേട്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ ചരിത്രം, ഞാൻ പേര് നിങ്ങൾ അധികം പറയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളിപ്പോൾ ഭർത്താവുമായിട്ട് ഇടിവെച്ച് നിങ്ങൾ ജയിച്ചു, നിങ്ങളുടെ വക്കീൽ കേമനായിരുന്നു, അയാൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ എഴുതി ചേർത്ത് നിങ്ങൾ അവിടെ സ്വർണം നേരത്തെ നിങ്ങൾക്കറിയാവില്ല, ഏത് വക്കീലിനും അറിയാം, ഏത് കോടതിക്കും അറിയാം, പിരിയണമെന്ന് പറഞ്ഞ പെണ്ണ് ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടിൽ പൊന്നു വെക്കത്തില്ല, അവളുടെ അപ്പനും അമ്മയും ഒന്നും വെപ്പിക്കത്തില്ല. ആദ്യത്തെ പുതുക്കത്തിന് തന്നെ അഴിച്ചെല്ലാം അലമാരി ആക്കും. അത് ബുദ്ധിയുള്ള മനസ്സിലാക്കണം, ഇത് ട്രാപ്പാണ് ഈ വരാൻ പോണത്, അടുത്ത പരിപാടി ട്രാപ്പാണെന്ന്. പക്ഷേ കേസ് വരുമ്പോൾ എന്താ പറയണത്, എൻ്റെ പൊന്നെ, എൻ്റെ ഈ 28 പവൻ പൈസ എല്ലാം അവിടെ ലോക്കറിൽ ഇരിക്കണം, അവിടെ അലമാരി ഇരിക്കണം കേസ്. അപ്പം നമ്മൾ വക്കീലിനോട് പറയാം, വക്കീലെ അങ്ങനെയൊന്നുമില്ല, കാശൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ പറയും നിങ്ങൾക്ക് കേസ് ജയിക്കണ കാശ് വേണമെന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ ഒപ്പിട്ട് കൊടുക്കും. തീർന്നില്ലേ, കണ്ടന്റ് ഓഫ് ഹെവൻ പോയി. ഭയങ്കര ഉടമ്പടിക്കാരത്തിയാണ്, പക്ഷേ വക്കീലിൻ്റെ കക്ഷത്താണ് നിങ്ങളുടെ ആത്മാവ് ഇരിക്കണത്. ശരീരം മാത്രമല്ലേ, ആത്മാവ് ഉൾപ്പെടാം. ശരീരം മാത്രമല്ല, ശരീരമായിട്ട് ആരും കക്ഷത ആത്മാവ്. അതുകൊണ്ട് ഈശോ പറയുമ്പോൾ പറയും ഒരു കണ്ടന്റ് ഓഫ് ഹെവൻ. നിങ്ങൾ എവിടെ ജയിച്ചാലും എത്ര കാലത്തേക്ക് ജയിക്കാൻ പറ്റും, എത്ര കാലത്തേക്ക് ജയിക്കാൻ പറ്റും, ഈ ജീവിക്കണ ഇത്രയും കാലം ജീവിക്കാൻ പറ്റും അല്ലേ. അതായത് വേണ്ട സമയത്ത് നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. സത്യം തള്ളിപ്പറഞ്ഞു, നീതി തള്ളിപ്പറഞ്ഞു, സ്നേഹം തള്ളിപ്പറഞ്ഞു, എല്ലാം നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്താണ്. തള്ളമാർ ശ്രദ്ധിക്കണേ, മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ആൻറ്റിമാരൊക്കെ ചിലപ്പോൾ കേസ് കൊടുക്കാനും ഡൈവേഴ്സിനും അബോർഷനും ഒക്കെ കൂട്ടി നിൽക്കുന്ന പിമ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവറാച്ച പണി വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഒറ്റടക്കി സഭയൊന്നും പോകത്തില്ല. എന്തുകൊണ്ടാണ് അമ്മ ചില സമയത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് മിണ്ടാണ്ടിരുന്നത്, ചില സമയത്ത് ദൈവത്തിന് മുമ്പ് മിണ്ടാണ്ടിരിക്കുകയാണ് നല്ലത്. മിണ്ടിപ്പോയ കൗണ്ടാവും. നല്ല ഹെവി ആയിട്ടുള്ള അനീതിയല്ലേ കിട്ടണത്. ചോര കുഞ്ഞിനെ കൊണ്ട് പെറ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ, ചോര കുഞ്ഞിനെ കൊണ്ട് പെറ്റ് കിടക്കണ സമയത്ത് തന്നെയാണ് ഇനി വീട്ടിൽ പോകാമല്ലോ, പെറ്റ് കഴിഞ്ഞല്ലോ, ഇനി വീട്ടിൽ പോയി ഇത്തിരി ഭക്ഷണം കഴിച്ച് സമാധാനത്തിൽ ഉറങ്ങിയിട്ടത്ര ദിവസമായി എന്തൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴല്ലേ ഈജിപ്തിൽ പോകാൻ പറയണത്. ഉറക്കമില്ല, ഈജിപ്തിൽ പോകാൻ പറയണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിച്ചാൽ ദൈവത്തിനെതിരെ സംസാരിക്കത്തുള്ളൂ, ഉറപ്പല്ലേ. അതുകൊണ്ട് അമ്മ ആ രാത്രി ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയണത്. പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കുന്ന കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഈ പരിശുദ്ധാത്മാവ് എപ്പോൾ വിട്ടുപോകുന്നു അവിടെ വെച്ച് ദുരന്തം തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞ കുറേ ആൾക്കാർ ഡൈവേഴ്സ് ചെയ്യണമെന്നൊക്കെയാണ് ഞാൻ പറയണത്. കാര്യം ഇങ്ങനെ ചുമ്മാ ഈ കിരിയും പാമ്പും കൂടി ജീവിച്ചിട്ട് കാര്യമില്ലല്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ക്രിസ്തീയ ജീവിതത്തിന് കൊള്ളത്തില്ല. ദാറ്റ് ഈസ് വൈ ഐ എം സെയിങ് ദാറ്റ്. ചില ആൾക്കാർ ഡൈവേഴ്സ് ചെയ്യണം, ചില ആൾക്കാർ വെള്ളം അടിക്കണം, ചില ആൾക്കാർ കഞ്ചാവ് വിൽക്കണം, ചില ആൾക്കാർക്ക് കാര്യം പണത്തോട് ഭയങ്കര ഗ്രീഡിയുള്ള ആൾക്കാർ, ചില ആൾക്കാർ പലിശയായിട്ട് തന്നെ ജീവിച്ച് തീരണം. പലിശ വാങ്ങിച്ച് ആരെ കണ്ടാലും പലിശ കിട്ടുക. അമ്മയ്ക്ക് പോലും മരുന്ന് മേടിക്കാൻ കാശ് കൊടുക്കത്തില്ല. പക്ഷേ അതേസമയം അയൽവാസിക്ക് കാശ് ആവശ്യത്തിന് കൊടുക്കും. എന്താ കാര്യം, അയൽവാസിക്ക് കൊടുത്താൽ പലിശ നമുക്ക് കിട്ടും, അമ്മക്ക് മരുന്ന് മേടിക്കാൻ കൊടുത്താൽ കാശ് കിട്ടത്തില്ല. അപ്പം കുറേ ആൾക്കാർ പലിശയുടെ തന്നെ ജീവിക്കണം. എന്താ കാര്യം, അവർക്ക് ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി പറ്റത്തില്ല. അതാണ് പ്രശ്നം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ജീവിതമല്ലേ. സ്വർഗത്തിന് വേണ്ടി എന്തും ചെലവഴിക്കാൻ വേണ്ടി ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ട് വേണ്ടിയെടുത്ത ജീവിതമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ടെന്ന് പറയും. Take the word of God. ചെറിയ അജഗണമേ ശ്രദ്ധിക്കട്ടെ. 12:32 ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ഈ കണ്ട കെട്ടുകാഴ്ച ഒന്നുമില്ല, അജഗണം ചെറുതാണെന്നല്ലേ പറയണം. അജഗണം ചെറുതാണ്. ഇപ്പൊ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ നമ്മളെ തോറ്റാലും ശരി എൻ്റെ കർത്താവ് ജയിക്കണം, അവൻ്റെ വചനം ജയിക്കണം
എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കേസ് തോറ്റു കൊടുക്കുന്നവരുണ്ട്. ചിലപ്പോൾ കൊച്ചു നഷ്ടപ്പെടും, ചിലപ്പോൾ അവർ പൊന്ന് നഷ്ടപ്പെടും, കേസ് അവർ തോക്കും. അപ്പോഴൊരു മനസ്സിൽ പരിശുദ്ധാത്മ വരും, കേസ് തോറ്റെന്നേ ഉള്ളൂ, കർത്താവ് നിന്നെ തോറ്റിയിട്ടില്ല, നീ കർത്താവിനെ ജയിപ്പിച്ചുകൊണ്ടാണ് കോടതിയിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കണത്. ഒരിക്കലും നീക്കറിയാവില്ല, ക്രിസ്തുവിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ തോൽപ്പിച്ചുകൊണ്ട് ലോകത്തെ നേടിയെടുത്ത് കഴിഞ്ഞാൽ ആത്യന്തികമായ പരാജയം ആരുടേതായിരിക്കും? നമ്മുടേതായിരിക്കും. പക്ഷേ ഇത് പറഞ്ഞു തരുന്നതന്നെ ആര് വേണം? സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മ വേണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും ആത്മാവിൽ നിലനിൽക്കുവാനും ചെറിയ അച്ചകണ്ടത്തിന്റെ കൂടെ കൂട്ടപ്പെടുവാനും അമ്മേ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവേ 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ടവരെ, അതായത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ടോക്കണുണ്ട്. സന്ധ്യ ആകുമ്പോൾ ടോക്കൺ എണ്ണി നോക്കണം. ജീവിതത്തിൽ ഒരു സന്ധ്യ ആവില്ലേ എപ്പോഴേലും? നമ്മൾ പിരിഞ്ഞു പോകേണ്ട കാലം വരുമ്പോൾ ടോക്കൺ എണ്ണി നോക്കണം. ടോക്കൺ എണ്ണി നോക്കുമ്പോൾ കണ്ടന്റ് ഓഫ് ഹെവൻ, അതായത് നിൻ്റെ തീരുമാനത്തിൽ എൻ്റെ മക്കൾ, അതായത് നിങ്ങളെങ്ങനെ സ്വത്തുകാരാകണത്, വാട്ട് ഈസ് അവർ സബ്ജക്റ്റ്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 12:34 നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അപ്പോൾ ഈശോ അത് അസസ് ചെയ്തിരിക്കുന്ന വിഷയമാണ്. എവിടെയാണോ നിന്റെ നിക്ഷേപം അവിടെയായിരിക്കും നിന്റെ ഹൃദയം. ഈശോ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുവിൻ. അപ്പോൾ നിക്ഷേപം എവിടെയായിരിക്കണം? സ്വർഗത്തിലായിരിക്കണം. എന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപം ചെയ്യണത്? എന്ത് തീരുമാനമെടുത്താലും അതിൻ്റെ അതൊരു കണ്ടന്റ് ഓഫ് ഹെവൻ ഉണ്ടാകണം. അതാണ് ടോക്കൺ. പിടിയാ. എന്ത് തീരുമാനം എടുത്താലും, കൊടുക്ക വാങ്ങേണ്ട തീരുമാനം എടുത്താലും, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു പൈസ കുറേ ആൾക്കാർക്ക് കൊടുത്തു, അപ്പോഴേ അവർ തന്നു, പക്ഷേ നിങ്ങൾ തന്നില്ലെന്ന് പറയുന്നു. രേഖ നിങ്ങളുടെ കയ്യിലില്ല. രേഖയില്ലാവരുവേ. ഇപ്പം നല്ല ബന്ധമുള്ള ആൾക്കാർ തമ്മിൽ കൈമാറ്റത്തിന് ചിലപ്പോൾ രേഖ ഉണ്ടാകത്തില്ല. പിന്നെ ബന്ധം, ഞാൻ പറയണ എല്ലാത്തിനും രേഖ വെക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താ കാര്യം? നമ്മുടെ രേഖ ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ കാലങ്ങളിൽ അവർ തന്നു എന്ന് പറഞ്ഞാൽ തന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ രേഖയില്ലല്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുത്തതാണ് ഇതിന്, പക്ഷെ അവർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നേരം നിറയുള്ള പരിശുദ്ധാത്മാവിനെ ഈ കേസിൽ കക്ഷിയാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ മധ്യസ്ഥം നിർത്തിക്കൊണ്ട് ഈ വിഷയം നമുക്ക് കുറേ നാൾ കൊണ്ടുപോകാം. എന്താണ്? അവർക്കൊരു ബോധം ഉണ്ടാകുന്നിടത്തോളം. പക്ഷെ അവർക്ക് ബോധം ഉണ്ടാവും, നിങ്ങൾ കൊടുത്തതാണെന്ന് തന്നെയുള്ള ബോധം ഉണ്ടാവും. പക്ഷെ അവരത് പറയത്തില്ല. അവരപ്പോഴും പറയും, ബോധം ഉണ്ടായാലും അവർ പറയും തന്നിട്ടില്ലെന്ന് പറയും. അപ്പം നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗത്തിൽ അത് കുറച്ചങ്ങനെ കൊടുത്ത് ആ ചാപ്റ്റർ എഴുതി മേടിച്ച് ക്ലോസ് ചെയ്ത് കളയും. അപ്പോൾ ആര് തോറ്റു? അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം കാശ് തോറ്റില്ലേ? ആദ്യം ഒന്ന് കൊടുത്തു. ഇപ്പോൾ കോംപ്രമൈസ് ആകാൻ വേണ്ടി, ആ സഹോദരനോട് വൈരാഗ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, വൈരാഗ്യവും പണവും കൂടി ഒരുമിച്ച് വന്നാൽ കർത്താവ് പറയും വൈരാഗ്യം കുറച്ചിട്ട് പണം കൊടുക്കാൻ പറയും. വൈരാഗ്യം കാര്യം നിൻ്റെ സഹോദരൻ നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരൻ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 5:23 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. മത്തായി 5:23 നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ. ഒന്ന് പറഞ്ഞേ.
നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പൊ സ്വത്തിൻ്റെയോ സ്ഥാവരയോ വസ്തുക്കളുടെ മേലിലെ സഹോദരന്മാരുടെ ഭിന്നത ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തതാണ്, അവർ കൊടുത്തില്ലെന്നാണ് പറയണത്. പിന്നെ അവർക്ക് ബോധം വന്നു കിട്ടിയതാണെന്ന്, പക്ഷെ അവർ അംഗീകരിക്കണില്ല. പോരട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. വൈരാഗ്യത്തെ തന്നെ അവർ നിലനിർത്തുന്നു. ഇനി ഇവർ വൈരാഗ്യം വെച്ചിട്ട് നമ്മുടെ എന്നാ കാണിക്കാൻ പോയി പണി നോക്കാൻ പറഞ്ഞാലും നമുക്ക് പണി നോക്കാൻ പറയും. പക്ഷെ ബൈബിൾ പണി നോക്കാൻ പറയത്തില്ല. ബൈബിൾ പറയും അവരോട് രമ്യപ്പെടാൻ പറയും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. നിത്യത ഇതിൻ്റെ വിഷയമാണ്. നിത്യതയ്ക്ക് വേണ്ടി നിന്നെ എടുക്കുമ്പോഴേ അവർക്ക് നിന്നോട് വൈരാഗ്യം ഉണ്ടാകും, നിലനിർത്തിക്കൊണ്ടാണ് നീ നിത്യതയ്ക്ക് ചെന്നിരിക്കുന്നത്. ടോക്കം പോയി. അപ്പോൾ എല്ലാത്തിനേക്കാൾ സമ്പത്ത് നിത്യതയായതുകൊണ്ടാണ് ബൈബിൾ കർക്കശമായിട്ട് ആ നിത്യതയെ കൊണ്ട് നിൽക്കുന്നത്. നമുക്ക് സ്ഥാവരജംഗ വസ്തുക്കൾ നഷ്ടം ഉണ്ടായാലും ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ നമ്മൾ വിശ്വസിക്കുകയും അവൻ്റെ വീണ്ടെടുപ്പിൽ നമുക്ക് വേണ്ടി കൊടുത്തു നമ്മൾ വിശ്വസിക്കുകയും അവൻ്റെ കൂടെ ജീവിതം നിത്യകാലം ജീവിക്കാമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തുള്ള ആ വിശ്വാസ ജീവിതത്തിന് കളങ്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവരുമായിട്ട് സ്ഥാപനജംഗ വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കോട്ടവും നഷ്ടവും ഉണ്ടായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ രമ്യപ്പെട്ടുകൊണ്ട് നിത്യജീവൻ ഉറപ്പാക്കാൻ പറയണത് ക്രിസ്തുവിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം. ശ്രദ്ധിക്കട്ടെ. യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.